ഹായ്, എല്ലാവർക്കും പുതുവത്സര ആശംസകളിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ സാജൻ പൈനാപ്പിളിൻ്റെ വണ്ടി ഇക്കുറി പുതുവത്സരം ആഘോഷിക്കുന്നത് കന്യാകുമാരിയിലാണ്. ഇന്ന് 30-ാം തീയതിയാണ്. വൈകുന്നേരം 6 മണിയാവുന്നു. നാളെ രാത്രി കന്യാകുമാരി വിവേകാനന്ദ പാറയും ആ പ്രദേശവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമുക്ക് തിരുവനന്തപുരം കഴക്കൂട്ടോ കഴിഞ്ഞിട്ടുള്ള ഈ സ്ഥലം ഒന്ന് കാണാം, വെറുതെ ഒന്ന് കാണാം. 5 വർഷം മുമ്പ് ഞങ്ങളിതിൽ വരുമ്പോൾ ഒരൊറ്റവരി പാതയുണ്ടായിരുന്നു. ആ ഒറ്റവരി പാതയിൽ നിന്ന് മലകളും പാറകളും അരിഞ്ഞെടുത്ത് കേരളത്തിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള വഴിയാണ് മക്കളെ കാണുന്നത്. ചേട്ടൻ ഓർക്കണ്ടോ അന്ന് നമ്മൾ പോകുമ്പോൾ ഒരു കുഞ്ഞി വീതി കുറഞ്ഞ വഴി? ഇതുപോലെ ഒന്നുമില്ല, സിമെന്റ് റോഡാണ്. ഇത് കിടക്കുകയാണ് തമിഴ്നാട് ബോർഡറിലേക്ക് കേരളത്തിന്റെ തിരുവനന്തപുരത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് കന്യാകുമാരി, കോവളം ഉൾപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ബന്ധിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴി. സൂപ്പർ വഴിയാണ്. ഒന്ന് ആലോചിക്കേ, ഈ കണ്ണട വച്ചക്കണാറിന് മൊത്തത്തിൽ വെയില് കുറഞ്ഞു ഭംഗിയുണ്ട് കാണാം അല്ലേ? സിമെന്റ് റോഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർമാര് നമ്മള് ഈ എല്ലാ 3 മാസം കൂടുമ്പോൾ ടാറും കണ്ടല്ലോ. ഇത് ഒരു 10-50 കൊല്ലത്തേക്ക് 100 കൊല്ലത്തേക്ക് കോൺട്രാക്ടർമാരുടെ കാര്യം കഷ്ടാവും. ശരിയല്ലേ? ഇത്ര കൊല്ലം എന്ന് പറഞ്ഞാൽ 25 കൊല്ലം 50 കൊല്ലം കഴിഞ്ഞ് ഇതിഞ്ഞ് മാറേണ്ട ആവശ്യമുള്ളൂ. ഇനി അഥവാ വന്നാലും ഒരു പ്ലാസ്റ്റ് ചെയ്താൽ മതി. ഇതൊന്ന് കേടൊന്നാലേ ഒന്ന് പ്ലാസ്റ്റ് ചെയ്ത് വിട്ടാൽ മതി, കറക്റ്റ് ആയിക്കോളൂ. നല്ല സംഭവം. സൈഡിലൊക്കെ ഒരു ഇങ്ങനെയുള്ള പ്രദേശമാണ്. ഇപ്പോഴും നമുക്ക് ഇതിനോട് വിയോജിപ്പുണ്ട്. ഈ റോഡ് ഇത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം. അതാണ് ഈ മീഡിയ ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ. പക്ഷെ അന്നേരം ഇത്രയും വീതി ഈ മീഡിയന് വേണ്ടായിരുന്നു. ഈ വീതി, ഈ ചെടിയുടെ വീതിയുള്ള മീഡിയം മതിയായിരുന്നു. പകരം ഈ ഒരു ഏതാണ്ടൊരു 8 അടി വീതിയുള്ള മീഡിയന്റെ ആവശ്യമുണ്ടോ? അതിലൊരു 6 അടി റോഡിന്റെ വീതിക്ക് എടുക്കുകയാണെങ്കിൽ അത്രത്തോളം റോഡിന് വീതി കിട്ടില്ലേ? കുറച്ചുകൂടെ റോഡിന് വീതി കിട്ടും. അത് ശരിയാ. അതായത് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒരു 25 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ 10 വർഷത്തിനുള്ളിൽ കന്യാകുമാരി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മനസമാധാനമായിട്ട് തിരുവനന്തപുരത്തും ചെല്ലണമെന്ന് ആഗ്രഹിക്കണേ. നമ്മുടെ മൂവാറ്റുപുഴ മുതൽ ഇങ്ങോട്ടുള്ള വഴി പണി തുടങ്ങിയിട്ടുണ്ട് 4-5 കൊല്ലം. ഇതുവരെ ഒന്നും ആയിട്ടില്ല. എപ്പോഴത്തേക്ക് തീരുവോ ദൈവത്തിന് അറിയാം. അവിടെ ഉള്ളൂ, അവിടെ തിരിയുമല്ല നമ്മള്. ജില്ലാ സമ്മേളനത്തിന്റെ ഇത്ര മനോഹരമായ കാഴ്ചകളാണെന്ന് നോക്കൂ. സമ്മേളനത്തിന്റെ കാശ് കൊടുത്ത് ടോള് 95 രൂപ കൊടുത്തിട്ട് ചുമ്മാ റോഡിൽ കൊണ്ട് ഇട്ടേക്കുവാണ് ഇങ്ങനെ. ഇല്ല കേട്ടോ, അങ്ങോട്ടേക്ക് റോഡ് മുഴുവൻ ഇരുമ്പിട്ടേക്ക. രാത്രി പാതിരാത്രിക്ക് വണ്ടി കൊണ്ട് വന്ന ആൾക്കാരുണ്ടല്ലോ, കന്യാകുമാരിക്കൊക്കെ പോണ ആൾക്കാരൊക്കെ വന്ന് രാത്രി ഈ മീഡിയയിൽ അടിച്ച് ചത്തുപോളൂ അല്ലേ? ഇത് കഷ്ടാന്ന് ആലോചിച്ച് നോക്കിയേ. സമയം ഏകദേശം ഇപ്പോൾ ഒരു 5:15. ഏതാ റോഡിൽ ഗുണനം വരയ്ക്കണത്? റോഡിന്റെ ഉള്ളിലും ഇവിടെ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. തീരമുറിച്ചെന്നും മറുതീരം തേടി അണയുന്നു ഞാനേതനാ, ഈ ജീവിതമൊരു ഭാരാഭാരം. അങ്ങ് താഴെ നല്ല മനോഹരമായൊരു വ്യൂ കാണുന്നുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, ഒരു ഫ്ലൈ ഓവറിന്റെ അപ്പുറത്തെ നമ്മളെ ഈ വഴി എന്തായാലും അത് മനോഹരമായൊരു കാഴ്ച കേട്ടോ. എന്തായാലും നോക്കി, ഈ റോഡിന്റെ കേരളത്തിലേക്ക് കയറിയിട്ട് ഏതാണ്ട് ഇപ്പോൾ 8 മണിക്കൂറായി. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു മനോഹരമായ വഴി കാണാൻ കിട്ടുന്നത്. അത് തിരുവനന്തപുരം കടക്കണ്ട വന്നു അല്ലേ? അതിശയം എന്തെന്നാൽ മൊത്തം ഏതാണ്ട് 266 കിലോമീറ്റർ മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഇത്ര നല്ലൊരു വഴി കാണാൻ കഴിയുന്നത്. ശരിയല്ലേ ഏട്ടാ? അത് ശരിയാ, കറക്റ്റ്. ഏതാണ്ട് 266 കിലോമീറ്റർ മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടം വരെ. ഇനി കന്യാകുമാരിയിലേക്ക് 60 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോഴാണ് നല്ല, അത് നമ്മുടെ കേരളം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ നല്ല വഴി നടത്തും. എന്നാൽ ഈ വഴി ഇതുപോലെ അങ്ങോട്ട് പോകുന്നില്ല. ശരിയല്ലേ? എന്നത്തെ എത്ര വർഷമായി ദൈവമേ ഈ അരമുറി
മൂവാറ്റുപുഴ കോട്ടപ്പുറത്ത് വരെ സിമെന്റ് റോഡായി കഴിഞ്ഞു. ഒന്നാമത് തിരുവനന്തപുരം കന്യാകുമാരി കോവളമൊക്കെ ഇതുപോലെ 6 വരി ഇതിപ്പോൾ 4 വരിയല്ല, 1 2 3 4 അപ്പുറം 2 2 അല്ലേ, ഒക്കെ 6 വരി ആക്കണം. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം എടുക്കാൻ ഓരോ വർഷവും വീതി കൂടി വരികയാണ് അല്ലേ. ഓരോ വർഷം വണ്ടികൾ എന്തോരം കൂടി തന്നെ, റോഡിന്റെ വീതി കൂട്ടി ഓരോ വർഷം കൊണ്ടുവരണ്ടേ, ചെയ്യില്ല. ഇപ്പം എന്ത് മനസ്സമാണ് ജനം പോകുന്നു. ഞങ്ങളുടെ മൂവാറ്റുപുഴ ടൗണിലെ വെറും 1 കിലോമീറ്റർ കിടക്കാൻ ഇന്നലെ രാത്രി ഞങ്ങൾ എടുത്തത് 1.25 മണിക്കൂർ. എന്നാൽ മൂവാറ്റുപുഴ BS പഠിക്കുന്ന ചേട്ടാ, ഫ്ലൈ ഓവർ ആണോ? ആ ചേട്ടൻ കേട്ടോ, ഇത് ആകാശപാത. നോക്ക്, താഴെ നോക്ക്, ഇത് നോക്കിക്കോളൂ, ഇങ്ങോട്ട് നോക്ക്, തെങ്ങിന്റെ മണ്ട കാണാം. ഇത് നോക്ക്, താഴെ പാടമാ, താഴെ വേറെ റോഡുണ്ട്. ഇത് ഇത്രയും കിലോമീറ്റർ ചേട്ടാ, ടൗണിൽ കയറാതെ നമുക്ക് ഇങ്ങനെ പോകാനുള്ള സൗകര്യമല്ലേ വേണ്ടേ? മൂവാറ്റ് ടൗണിൽ കയറേണ്ട വണ്ടി കയറിയാ പോരെ? ഇതൊക്കെ എപ്പോഴേ നമ്മുടെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ, മൂവാറ്റ് ടൗണിൽ കയറേണ്ട വണ്ടി കയറിയാ പോരെ? അപ്പൊ BOC ജംഗ്ഷനിൽ നിന്ന് മൂവാറ്റ് ടൗണിൽ ഇതുപോലത്തെ ഒരു ഫ്ലൈ ഓവർ അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള ടൗണിലെ കച്ചവടം നടക്കും. ടൗണിൽ കച്ചവടത്തിന് കൊണ്ടു പോകാം. എത്രയോ പട്ടണങ്ങൾ ചെയ്യാതെ മൂവാറ്റുപുഴ ചെയ്യാം, പെരുമ്പാറിക്ക് എന്തോരം നേരം 140 MLA-മാരുണ്ടായിട്ട്, മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന 140 MLA-മാരുണ്ടായിട്ട് ഇന്നും അവനവന്റെ മണ്ഡലത്തിലെ നഗരസഭയുടെ മുകളിലൂടെ ഒരൊറ്റ കിലോമീറ്റർ നീളമുള്ള ഇതുപോലത്തെ ഒരു മേൽപ്പാലം ഉണ്ടാക്കിയിടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് മേൽപ്പാലം അവസാനിക്കും കേട്ടോ. ഒരു കടയും പോവില്ല, ഒന്നും പോവില്ല, കച്ചവടം പോവില്ല. 100% ശരിയാണ്. അത് ചെയ്യാൻ നിസ്സാരമേ ഉള്ളൂ. ഈ ശ്രീധരനെ പോലുള്ള 85 വയസ്സുള്ള, അത് ഇപ്പോഴും തലയ്ക്ക് നല്ല ബോധമുള്ള മനുഷ്യനോട് ചോദിച്ചാൽ എത്ര ടെക്നിക്ക് പറഞ്ഞു കൊടുക്കും. അതെങ്ങനെയാ? ഒരു കുഴി ആത്തി കഴിഞ്ഞാൽ ഒരു തൂണ് കാണുക, പിന്നെ അടുത്ത തൂണ് കാണുന്നത് 3 കൊല്ലം കഴിഞ്ഞായിരിക്കും. ആ തൂണ് നോക്കിയിട്ടുണ്ടായിരിക്കും ടൗണിൽ പിന്നെ ഈ ഗതാഗതം മുഴുവൻ മുടിച്ചു കളയണത്. വർക്ക് മുമ്പോട്ട് നീങ്ങില്ല. അപ്പോഴത്തേക്കും സ്റ്റേ ആയി, രാഷ്ട്രീയമായി, ട്രേഡ് യൂണിയനായി, ഇതെല്ലാം വന്നാണ് നമ്മുടെ നാട്ടിലുള്ള വികസനം. ചരക്ക് ഗതാഗതം നടക്കാത്തോടത്തോളം കാലം ഒരു സംസ്ഥാനത്തും വികസനം ഉണ്ടാവില്ല ഏട്ടാ. കന്യാകുമാരി എന്നൊരു ബോർഡ് കാണുന്നുണ്ട്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കി. ഉദിയൻ കുളങ്ങര കന്യാകുമാരി. എത്തി. എന്തെല്ലാം പേരാണോ. ഒരെണ്ണോടെ വരുന്നുണ്ട്. ഉദിയൻ കുളങ്ങര. എന്തുകൊണ്ടാ പറഞ്ഞെന്ന്? ഇതിന്റെ താഴെയാണ് വീടുകൾ, ഇതിന്റെ താഴെയാണ് കടകൾ. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇതിന്റെ താഴെയുള്ള വേറൊരു പഴയ കാലത്തെ വഴി പോയേക്കണം നോക്കിക്കേ. നമുക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് അതൊന്ന് കാണാം. ഇങ്ങനെ ആണ് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നത് നോക്കാം. ഇതുണ്ടോ, താഴെയുള്ള ആളുകൾ യഥേഷ്ടം വാഹനങ്ങൾ പോകുന്നു. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാകാതെ വിധം വലിയൊരു മേൽപ്പാലം പോന്നിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഒരു 5-8 കിലോമീറ്ററായി. താഴെ വീണ്ടും റോഡുകൾ അങ്ങനെ തന്നെ പോകുന്നു. ഇതിലൊക്കെ ബസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ. ഞങ്ങൾ വന്ന മേൽപ്പാലം നോക്കി, ഞങ്ങൾക്ക് കന്യാകുമാരിക്കാണ് പോകേണ്ടത്. ഞങ്ങൾക്ക് ഈ കാണായ ജനങ്ങളുടെ ഇടയ്ക്കൂടെ പണ്ട് വരണമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും നോക്കണ്ട, ഒരു സിറ്റിയും കിടക്കണ്ട, ഒന്നും വേണ്ട. അത് ഇങ്ങനെ ഒരു അന്തസ്സായിട്ട് സൂപ്പർ വഴിയിലൂടെ വരാം. സൂപ്പർ വഴിയിലൂടെ ഇത് കണ്ടില്ലേ, പണിയേണ്ടത് ഇങ്ങനെയാണ് കണ്ടോ. നമ്മുടെ സംസ്ഥാനത്ത് ഇത് വരുമെന്നറിയാം, പക്ഷേ എത്രയും പെട്ടെന്ന് അതിനുള്ള അവസരം കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി സാജൻ പൈനാപ്പിൾ വീണ്ടും വരുന്നവരെ കാത്തിരിക്കും.